പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല വരിക്ക ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്, ചക്കയട. ഈ വർഷം നമ്മുടെ വരിക്കപ്ലാവിലുണ്ടായ അവസാന ചക്കയാണ്. ചക്കയട ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. ചക്ക വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. നല്ല കൊഴുമ്പ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് 2 കപ്പ് ചിരകിയ തേങ്ങയാണ്. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചക്കയ്ക്കൊപ്പം ചേർത്ത് കൊടുക്കാം. ചക്കയുടെ ഉണ്ടാക്കാൻ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3.5 കപ്പോളം ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മൂപ്പിച്ച തേങ്ങ കുത്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായി ഒരു പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ തേങ്ങ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് തേങ്ങയൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും തേങ്ങ നിറം മാറി വരുന്നത് കാണാം. അത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 4 ഏലക്ക കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് ഉരുക്കിയെടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ ശർക്കരയിലുള്ള കല്ലും കട്ടയും ഒക്കെ അടിഞ്ഞോളും. ഇനി ഇതൊരു അരിപ്പ് കൊണ്ട് അരിച്ച് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചക്കയടയ്ക്കുള്ള ചേരുവകളെല്ലാം ആയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചക്കയും ഗോതമ്പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാവ് ചെറിയൊരു ലൂസ് പരുവത്തിലാക്കി എടുക്കണം. ഇതേപോലെ ഒരുപാട് ലൂസുമല്ല, ഒരു സ്പൂൺ വെച്ച് കോരി എടുക്കത്തക്കോണമുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് തയ്യാറാക്കാൻ. ഇങ്ങനെ മാവ് തയ്യാറാക്കി മാറ്റി വെച്ച ശേഷം ഒരു വാഴയില നന്നായി വാട്ടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല ഇങ്ങനെ കുമ്പിൾ പോലെ മടക്കിയ ശേഷം ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ആ ഇല കൊണ്ട് തന്നെ അടച്ചെടുക്കുകയും ചെയ്യാം. ഇങ്ങനെയല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഇലയിൽ പരത്തി മടക്കി വെച്ചാലും മതി. കുഴച്ചെടുത്ത മാവ് മുഴുവൻ ഇതുപോലെ ഓരോ ഇലകളിലും നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം നിറച്ച് മടക്കിയെടുത്ത ശേഷം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ എല്ലാം പറക്കി വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. ഏലക്കയുടെയും ചക്കയുടെയും എല്ലാം കൂടി ചേർന്നൊരു നല്ലൊരു മണമാണ്. അങ്ങനെ നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ, 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റും നല്ല ഹെൽത്തി ഫുഡുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.